മക്കളെ, ഇന്ന് നമ്മൾ ഇച്ചു ഓർ ബിനിയ എന്ന ശശി സബ്ലോഗ് എഴുതിയിട്ടുള്ള കഹാനിയിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് നോക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസർ ആക്ടിവിറ്റി എല്ലാം നോക്കുന്നുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിൽക്കർ രഹ്നെ സെ ക്യാ ലാഭ് ഹേ? ഒന്നിച്ച് താമസിക്കുന്നത് കൊണ്ടുള്ള ലാഭം എന്താണ്? ഏക് ദൂസരേക്ക് മദദ് കർന, ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാം. മിൽക്കർ കാം കർന, ഒന്നിച്ച് പ്രവർത്തിക്കാം. ഘർ ബനാന, വീട് നിർമ്മിക്കാം. ഓർ ഏക് ദൂസരേക്ക് സാത്ത് രഹന, ഒരാൾക്ക് മറ്റൊരാളോടൊപ്പം താമസിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. बाइम्स जोड़ में गन्ना बन जाता हूँ, यहाँ बिनिया के प्रति इच्छु का कौन सा मनोभाव प्रकट होता है? ബൈംസിനെ വിടും, ഞാൻ ഇനി കരിമ്പാണ് ആകാൻ പോകുന്നത്. ഇവിടെ ബിനിയയ്ക്ക് ബിനിയാക്കെ പ്രതി ബിനിയയോട് ഇച്ചുവിനുള്ള എന്ത് മനോഭാവമാണ് പ്രകടമാക്കുന്നത്? അതായത് ഇച്ചുവിന് ബിനിയയോട് എന്ത് മനോഭാവമാണ് ഉള്ളത് എന്നാണ് ചോദിച്ചത്. ഈ ചോദ്യം ആദ്യം ഇച്ചു പറയുന്നു എനിക്ക് എരുമയാവണം എന്നല്ലേ. അപ്പൊ എരുമയ്ക്ക് പാലാണ് ഉണ്ടാകുന്നത്. പാല് കുടിക്കാൻ എറുമ്പാകുന്ന ബിനിയയ്ക്ക് പറ്റൂല. അപ്പൊ ബിനിയയ്ക്ക് പറ്റുന്നത് എന്താണോ അതാവാൻ വേണ്ടിയിട്ട് ആര് തീരുമാനിക്കുന്നു? ഇച്ചു തീരുമാനിക്കുകയാണ്. ബിനിയ എറുമ്പാണ്, അതുകൊണ്ട് തന്നെ ബിനിയയ്ക്ക് ബൈംസ്, അതിൻ്റെ എരുമയുടെ പാല് കഴിക്കാൻ വേണ്ടിയിട്ട് എറുമ്പിന് പറ്റൂല. എറുമ്പിന് പറ്റുന്നത് എന്താണ്? കരിമ്പ്, കരിമ്പിന്റെ ജ്യൂസ് കുടിക്കാം. അതുകൊണ്ട് അവൻ തീരുമാനിക്കുകയാണ് കരിമ്പാകാം എന്ന് തീരുമാനിക്കുകയാണ് അല്ലേ. അപ്പൊ ഇതിൽ നിന്നും ഇച്ചുവിന്റെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. യഹാ ബിനിയാക്കെ പ്രതി ഇച്ചു കാ സ്നേഹ് ഓർ മദദ് കാ മനോഭാവ് പ്രകട ഹോത്താ ഹൈ. ഇവിടെ ഇച്ചുവിന് ബിനിയയോടുള്ള സ്നേഹവും അതുപോലെ തന്നെ സ്നേഹവും സഹായവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. സ്നേഹ ഓർ മദദ് കാ മനോഭാവ്, സ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മേ അകേലേ നഹീ ഹം ബഹുത്ത് സാരി ചീംട്ടി ആയെങ്കി, ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകൾ വരും. യഹാം ചീംട്ടിക്ക് ക്യാ വിശേഷത ദിഖായി പഡ്തി ഹെ? ഇവിടെ ഉറുമ്പിന്റെ എന്ത് വിശേഷതയാണ് കാണിച്ചിരിക്കുന്നത്? ചീംട്ടിക്ക് വിശേഷത യഹ് ഹെ കി വഹ് അകേലേ നഹീ ബൽക്കി സമൂഹ് മേ ആത്തി ഹെ. ഉറുമ്പിന്റെ വിശേഷത ഇതാണ്, എന്തെന്നാൽ വഹ് അകേലേ നഹീ, അവൻ ഒറ്റയ്ക്കല്ല, ബൽക്കി സമൂഹമേ ആത്തി, അവർ കൂട്ടത്തോടെയാണ് വരുന്നത്. അവരൊരിക്കലും ഒറ്റയ്ക്ക് വരുന്നില്ല. അവരെങ്ങനെ വരുന്നത്? കൂട്ടത്തോടെയാണ് വരുന്നത്. അതാണ് ഉറുമ്പിന്റെ വിശേഷത. അടുത്ത നോക്കാം. ബിനിയ ഇച്ചു സബ് ബരാബർ ഐസാ കഹിനെ കാ ക്യാ മത്ലബ് ഹേ? ഇതിൽ പറയുന്നുണ്ട് ബിനിയയും ഇച്ചുവും സബ് ബരാബർ ഹെ, എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിന്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആൻസർ നോക്കാം. സബി ജീവ് സമാൻ ഹെ, എല്ലാ ജീവജാലങ്ങളും തുല്യരാണ്. और किसी को भी छोटा या बड़ा नहीं मानना चाहिए. ആരെയും നമ്മൾ ചെറിയവനെന്നോ വലിയവനെന്നോ കണക്കാക്കരുത്. ചെറിയവനാണ് വലിയവനാണ് എന്ന് നമ്മൾ ഒരിക്കലും ആരെയും കണക്കാക്കരുത്. എല്ലാവരും തുല്യരാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. നമ്മളെ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റിയാണ് വരാൻ പോകുന്നത്. പഹ്ചാനെ അഭിനയിക്കരേ, തിരിച്ചറിയാം അഭിനയിക്കാം എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഇവിടെ സംവാദമാണ്. സംവാദം എന്ന് പറഞ്ഞാൽ വാർത്താലാപ്, ബാത്ചിത്ത്, സംഭാഷണം, കോൺവെർസേഷൻ എല്ലാം ഒന്ന് തന്നെ അല്ലേ. അപ്പോൾ സംവാദം പറഞ്ഞാൽ എന്താണ്? വാർത്താലാപാണ്, സംഭാഷണമാണ്. അപ്പോൾ ഇവിടെ മുകളിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് സംഭാഷണത്തിന് വേണ്ട എല്ലാ സെൻറ്റൻസുകളും ഇവിടെ തന്നിട്ടുണ്ട്. ഇതാരൊക്കെയാണ് പറഞ്ഞത് അത് ഓർഡറിൽ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് സംഭാഷണമാവും. ഒന്നാമത്തത് മേ ഗന്നാ ബെഞ്ചാത്താഹും, ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്. മേ ഗന്നാ ബെഞ്ചാത്താഹും, ഞാൻ കരിമ്പാകും എന്നാരാണ് പറഞ്ഞത്? ഇച്ചു ആണ് പറയുന്നത് അല്ലേ. ഞാൻ കരിമ്പാകും എന്ന് പറയുന്നത് ആരാണ്? ഇച്ചു ആണ്. അപ്പോൾ ഇവിടെ ഇച്ചു എന്ന് എഴുതുക, എന്നിട്ട് മേ ഗന്നാ ബെഞ്ചാത്താഹും എന്ന് എഴുതുക.
ഇനി അടുത്തത് ബിനിയയ്ക്കാണ് പറയേണ്ടത് അല്ലേ, സംഭാഷണമാണ്, രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളാണ് പറയുക. അപ്പം ബിനിയാണ് ഇനി പറയേണ്ടത്. അപ്പം ബിനി എന്താണ് പറയുന്നത്? മേ അകേലേ നഹി ഹം ബഹുത്ത് സാരി ചീംട്ടി ആയെങ്കിൽ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകൾ വരും എന്ന് പറഞ്ഞു. ആര്? ബിനിയ. അതാണ് ബിനിയ. മേ അകേലേ നഹി ഹം ബഹുത്ത് സാരി ചീംട്ടി ആയെങ്കിൽ, എന്തിനാണ്? കരിമ്പായില്ല, അപ്പോൾ കരിമ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും വരും എന്ന് പറയാണ്. അപ്പോൾ ഇച്ചു പറയുന്നു, അരേ നെഹിയും ഗുദ്ഗുദി ഹോഗി, അയ്യോ വേണ്ട എനിക്ക് ഇക്കിളിയാകും. ഹോം അരേ നെഹിയും ഗുദ്ഗുദി ഹോഗി, അയ്യോ വേണ്ട എന്താണ് എനിക്ക് ഇക്കിളിയാകും എന്ന് ആരാ പറയുന്നത്? ഇച്ചു പറയുന്നു. അപ്പം ബിനിയ പറയാണ് ഗുദ്ഗുദി നെഹി ഹോഗി. നാലാമത്തത് ഗുദ്ഗുദി നെഹി ഹോഗി, ഗുദ്ഗുദി ഒന്നും ഉണ്ടാവുകയില്ല. എന്താണ്? ഇക്കിളിയൊന്നും ഉണ്ടാവുകയില്ല എന്നാര് പറയാണ്? ബിനിയ പറയുന്നു. അപ്പൊ ഇച്ചു വീണ്ടും പറയാണ് ദോനോം സാത്ത് സാത്ത് രഹേങ്കെ, നമ്മൾക്ക് ഒന്നിച്ച് കഴിയാം, നമുക്ക് ഒന്നിച്ച് താമസിക്കാം, നമുക്ക് ഒന്നിച്ച് കഴിയാം എന്നാര് പറയുന്നു? ഇച്ചു പറയുന്നു. നമുക്ക് എന്തൊന്നും ആവണ്ട, എറുമ്പും ആവണ്ട, എരുമേ ആവണ്ട, പിന്നെന്താണ്, കരിമ്പും ആവണ്ട, അല്ലേ, ഒന്നും ആവണ്ട, നമുക്ക് എന്തായാൽ മതി, നമുക്ക് നമ്മളായിട്ട് ഒന്നിച്ച് ജീവിച്ചാൽ മതി എന്ന് ഇച്ചു പറയുന്നു. അതാണ് ഇവിടെ സംവാദ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സമജേം ലിഖേ, മനസ്സിലാക്കൂ, എഴുതൂ. മേം തോ ബൈൻസ് ബനൂങ്ക, അവിടെ ഏക ഏകെ ഏഗി എന്ന് വരുന്നതാണ് എഴുതേണ്ടത്. കണ്ട അവിടെ ഗീ ഉണ്ട്, ഇവിടെ ഗ ഉണ്ട്. അതുപോലെയുള്ള സെന്റൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നിങ്ങൾ എടുത്തിട്ട് എഴുതുകയാണ് വേണ്ടത്. ഹം തോ മേം ചീംട്ടി ഹോങ്കി, അതുപോലുള്ള സെന്റൻസ്. അപ്പൊ നമുക്ക് എഴുതിയത് നോക്കാം. മേ അകേലേ നഹീം ഹം ബഹുത്ത് സാരി ചീംട്ടിയാം ആയെങ്കി, കണ്ട അവിടെ ഏകീന്നുണ്ട്, വരും, ഞാൻ മാത്രമല്ല ഞങ്ങൾ ഒരുപാട് പേര്, ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞല്ലോ. അത് അരേ നെയ്യും ഗുദ്ഗുദി ഹോഗി, എവിടെ ഹോഗി ഉണ്ട് അല്ലേ, ഹോഗി. അതുപോലെ തന്നെ പാർ തബ് തോ മേം ചീംട്ടി ഹോങ്കി ഊങ്കി, തോ തോ ഗന്ന ഹോഗ, ഗ എന്നുള്ളത്. ഗുദ്ഗുദി നെഹി ഹോഗി, ഗി. ചീനി വീനി ഗാത്തെ രഹേങ്കെ, ഗേ. അവ ഗ ഗേ ഗി എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇവിടേക്ക് എഴുതുന്നത്. അതുപോലെ സെന്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. കോൻ ബോല, ആര് പറഞ്ഞു? കോൻ ബോല, ആര് പറഞ്ഞു? മേ ഗന്ന ബൻ ജാത്താ ഹൂം, ഞാൻ കരിമ്പാകുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഇച്ചു ആണല്ലേ. അപ്പൊ ഇച്ചുവിന്റെ നേരെ നമ്മൾ മേ ഗന്ന ബൻ ജാത്താ ഹൂം എന്നെഴുതി. മുജ്കോ പാനിമേ മസേസെ പടേ രഹ്ന അച്ചാ ലഗ്താ ഹേ, എനിക്ക് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ രസമാണ്, ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ബിനിയയാണ്, സോറി ഇച്ചു ആണ്. ഇച്ചു ആൺകുട്ടി, ആൺകുട്ടിയാണ് പറഞ്ഞത്. അപ്പം ആ രണ്ടെണ്ണം നമ്മൾ എഴുതി, രണ്ടെണ്ണം പറഞ്ഞു. ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്, അത് ബിനിയ പറഞ്ഞതാണ്. മേ ചീട്ടി ബെന്ന ചാത്താഹും, അല്ലേ, ഞാൻ ഉറുമ്പാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ബിനിയാണ്. ഇതാണ് നമ്മൾ അവിടേക്ക് എഴുതിയത്. പിന്നെ അതുപോലെ തന്നെ ഹം ബഹുത്ത് സാരി ചിംട്ടി ആയെങ്കിൽ, ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകൾ വരും എന്ന് പറഞ്ഞതും ആരാണ്? ബിനിയാണ്. പിന്നെ ഈ രണ്ടെണ്ണം പറഞ്ഞതാണ് ആര്? ഇലെടുക്ക. ഓക്കെ, ഈ രണ്ടെണ്ണം പറഞ്ഞത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, രണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യം പറഞ്ഞതാണ് ഇവർ രണ്ടു പേരും. മനസ്സിലായല്ലോ? അതന്നെ നമ്മൾ അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. രണ്ടു പേരെയും ചിത്രത്തിന് നേരെ താഴെ അവർ പറഞ്ഞ കാര്യങ്ങൾ എടുത്തെഴുതുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഇനി അടുത്തത് നോക്കാം. പഠയം ലിഖേം, എഴുതൂ പഠിക്കൂ. എന്താണ് എഴുതാനും വായിക്കാനും പറഞ്ഞത്? മേം ചീംട്ടി ഹൂം, ഈ പെൺകുട്ടി പറയാണ് മേം ചീംട്ടി ഹൂം, ഞാൻ ഉറുമ്പാണ്. ചീംട്ടിയാ മിൽക്കർ ഗാത്തി ഹേ, ഉറുമ്പുകൾ ഒന്നിച്ച് ചേർന്നാണ് കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. അവർ ഒന്നിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഗർ ബനാത്തി ഹേ, വീടുണ്ടാക്കുന്നത്. ആർ മിൽക്കർ രഹത്തി ഹേ, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? വീടുണ്ടാക്കുകയും അതിൽ ഒന്നിച്ച് താമസിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ നമ്മുടെ ഇതിലുള്ള കഥാപാത്രമായിട്ടുള്ള ലഡുക്ക, അതായത് ഇച്ചു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇച്ചു പറഞ്ഞ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. മേ ബൈൻ സുഹൂം, ഞാൻ എരുമയാണ്. മുജെ പാനീമേ പടേ രഹ്ന അച്ചാ ലഗ്താ ഹേ, എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇച്ചു ആണ് അല്ലേ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കിസി ഏക് പേട് പർ ടിപ്പണി ലിഖേ, സോറി കിസി ഏക്ക് പർ ട്ടോ, പേട് നമ്മൾ അറിയാതെ വായിച്ചു പോയതാണ്. കിസി ഏക്ക് പർ, ഏതെങ്കിലും ഒന്നിൽ ടിപ്പണിയിലേക്ക്, ടിപ്പണി എഴുതാൻ. ഏതെങ്കിലും ഒരു കാര്യത്തെ, നമുക്കിവിടെ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് പേടിനെ കുറിച്ച് തന്നിട്ടുണ്ട്,
പക്ഷിയെക്കുറിച്ച് തന്നിട്ടുണ്ട്, നദിയെക്കുറിച്ച് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിനെക്കുറിച്ച് ടിപ്പണി എഴുതാനാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മേ പേട് ഹൂം മേ അബ്കോ ഫൽ ദേത്താ ഹൂം, മേ ചിടിയാ ഹൂം മേ ആപ്കോ അണ്ടാ ദേത്താ ഹൂം, മേ ആപ്കോ പാനി ദേത്താ ഹൂം എന്നാണ് നദിയാണ് അല്ലേ. അപ്പോൾ അത് ചെറിയ കുഞ്ഞു സെൻറ്റൻസ് എഴുതി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ടിപ്പണി എഴുതാനാണ്. അപ്പോൾ ടിപ്പണി എന്ന് പറഞ്ഞാൽ കുറിപ്പ്, മലയാളത്തിലൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ടായിരിക്കും, കുറിപ്പ് എഴുതുക അല്ലേ. അവിടെ മരത്തിനെ കുറിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മരത്തിനെ കുറിച്ചുള്ള ടിപ്പണിയാണ്. പേട് എന്താണ്, പേട് എന്ന് എഴുതുക. എന്നിട്ട് മേ പേട് ഹൂം, ഞാൻ പേടാണ്. मैं आपको फल फूल ചായ ലക്കടി ആദി देता हूँ, ഞാൻ നിങ്ങൾക്ക് പഴങ്ങൾ, പൂക്കൾ, തണല്, വിറക് എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു. മുജെ മത് കാട്ടോ, എന്നെ മുറിക്കരുത്. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ മേ ആപ്കെ ജീവൻ കാ ആധാർ ഹൂം, ഞാൻ നിങ്ങളുടെ ജീവിതത്തിന് അടിസ്ഥാനമാണ്. മേം സബി ജീവജന്തുവും ഓർ പക്ഷിയോം കാ ഘർ ഹൂം, ഞാൻ പല ജീവജന്തുക്കളുടെയും അതുപോലെ തന്നെ പക്ഷികളുടെയും വീടാണ്. പല ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും ഞാൻ വീടാണ്. എൻ്റെ ശരീരത്തിലാണ്, അതായത് എൻ്റെ മരച്ചില്ലയിലാണ് അവർ വീട് വെക്കുന്നത് അല്ലേ, കൂട് കൂട്ടുന്നത്. അപ്പോൾ എൻ്റെ വീടാണ് പക്ഷിയോം കാ ഘർ, പക്ഷികളുടെ വീട്. എല്ലാ ജീവജാലങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ വീട് എന്നിലാണുള്ളത് എന്നാണ് പറയുന്നത്. എന്നിൽ പല ജീവജാലങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ വീട് ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചീംटिया मिलकर गाती है, मिलकर घर बनाती है, मिलकर रहती है. ഏകതാമേ ബൽ ഹേ വിഷയ പർ പോസ്റ്റർ തയ്യാർ കരീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകതാമേ ബൽ, ഐക്യമത്യ മഹാബലം അല്ലെ, ആ വിഷയത്തിൽ എന്ത് ചെയ്യുക, പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോസ്റ്റർ തയ്യാറാക്കിയത് നോക്കാം. മിൽക്കർ കാം കരേം, ഒന്നിച്ച് ചേർന്ന് ജോലി ചെയ്യുക, അതായത് ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുക, എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കുക എന്നാണ് മിൽക്കർ കാം കരേം. എന്നിട്ടിവിടെ എന്തൊക്കെയാണ്, കൈ കോർത്ത് പിടിച്ച് നിൽക്കുന്ന പിക്ചറാണ് ഇവിടെ എഴുതിയത്. നിങ്ങൾ അതുപോലെ തന്നെ എന്തെങ്കിലും പിക്ചർ വരയ്ക്കുക, പിന്നെ ഈ സെൻറ്റൻസും എഴുതുക. ഓക്കെ, എല്ലാവരും ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.